ഇത് അച്ചാറിടാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തിരുതാളി എന്ന് പറഞ്ഞ ഇല. ഇത് നല്ല വിളവാണ്. കാവേരി വാഴ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഏത്തവാഴ കൃഷിയെ പറ്റി കേട്ടോ. അപ്പോൾ ഏത്തവാഴ കൃഷിയാണോ അതോ മറ്റ് കൃഷികളാണോ നമ്മുടെ ഹൈ റേഞ്ചിന് യോജിച്ചതെന്നൊക്കെ വീഡിയോയിൽ പറയുന്നതാണ്. കുറേ കൊലയൊക്കെ വണ്ട് കയറിയും അതുപോലെ കാറ്റ് പിടിച്ച് കൊടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മരുന്നൊക്കെ അടിച്ചു കൊടുത്തണേ എന്നാലും വണ്ട് കയറും. ശരിക്കും ഇതിൻ്റെ പുറകെ നടന്ന് നോക്കിയെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് കൊല വെട്ടാനായിട്ട് പറ്റുന്നത്. അച്ഛനും അമ്മയും കൂടെയാണ് കേട്ടോ കൊല വെട്ടുന്നത്. പിന്നെ ഇത് കൊടുക്കേണ്ടതും അതുപോലെ തന്നെ ചുമന്ന് വീട്ടിൽ കയറ്റേണ്ട ഉത്തരവാദിത്തമൊക്കെ എൻ്റെയാണ്. നല്ല അടിപൊളിയായിട്ട് മൂത്ത കൊല കേട്ടോ. കൊല വെട്ടാനായിട്ട് നമ്മൾ പഴയ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നതാണ് നല്ല കേട്ടോ. അല്ലെങ്കിൽ മൊത്തം കറയായി. കൊടുത്ത് നമ്മുടെ നായക്കുട്ടികളെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേരുണ്ട്, ഒരാളെ മാത്രമേ ഇപ്പോൾ വന്നിട്ടുള്ളൂ. വാഴക്കൊല നമുക്ക് ഇതുപോലെ തോളെ തൂക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റും. കാളാണ്ട് ഇങ്ങനെ കയറ്റി വെച്ച് കിട്ടുന്നത്. ഈ തല ചുവന്നുകൊണ്ട് ഒക്കെ പാടാണ്. ഇപ്പം തന്നെ ഡ്രസ്സെല്ലാം കറയാവും. നമ്മൾ വാഴക്കൊല കൊണ്ടുവന്ന് ഈ കാറിലാണ് കേട്ടോ. ഏകദേശം ഒരു 10-20 കൊലയൊക്കെ ഇതിനകത്ത് കയറി പോയിക്കോളും. റോഡ് നല്ല മോശമാണ്, എന്നാൽ പോലും ഇതിനകത്ത് അത്യാവശ്യം കൊലയൊക്കെ കയറി പോകും. വാഴ വിത്ത് കൊണ്ടുവന്ന് ജീപ്പിലായിരുന്നു. ആ ജീപ്പ് ഇപ്പോൾ കൊടുത്തുപോയി. അപ്പോൾ കൊല വെട്ടുന്ന അവസരത്തിൽ ഞാൻ ആ ജീപ്പിനെ ഓർത്തു പോവുകയാണ്. അങ്ങനെ കൊടുക്കാൻ മനസ്സുണ്ടായിട്ട് കൊടുത്തൊന്നുമല്ല. ഞാൻ വീട്ടിലെപ്പോഴും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് വീട്ടിൽ ഓടിക്കാനല്ലാതുകൊണ്ട് അങ്ങനെ കിടന്നു പോകുന്നിടത്ത് കൊടുത്തതാണ്. ഇതാ അപ്പോൾ ഇത്രയും കൊലയാണ് നമ്മൾ വീട്ടിലിരിക്കുന്നത്. കുറച്ച് നമ്മൾ കാറെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഈ കൊല എന്ന് പറഞ്ഞാൽ കദളി വാഴ കേട്ടോ. കദളിയും പൊട്ടെ പിന്നെ ഒരു കാവേരി വാഴ. ഇതാ ഈ വാഴക്കളുടെ പേര് കാളി എന്നാണ്. കാളി ഇതിൻ്റെ നല്ല പഴമാണ്. അങ്ങനെ നമുക്ക് വെറൈറ്റി ആയിട്ട് 2 വാഴക്കൊലയുണ്ട്. ഇത് കറിക്കായിട്ട് വന്നിട്ട് ഒടിഞ്ഞു വീണ കൊലയാണ്. ഇത് നാരങ്ങ കിലോ 35 രൂപ വിലയുണ്ട്. കരുനാരങ്ങയാണ്. ഇത് അച്ചാറിടാനൊക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. ഇത് നമുക്ക് ഒരു നാരകത്തിൽ നിന്ന് കിട്ടിയ നാരങ്ങയാണ്. ഇത് വണ്ട് കയറി ഒടിഞ്ഞു പോയ കൊലയാണ്. ഇതിൻ്റെ കാട് വലുപ്പം കണ്ടോ. ഇത് മൂത്തിരുന്നെങ്കിൽ എന്നാ വലിയ കൊലയായിരുന്നു. അപ്പോൾ നമുക്കത് ഇത്രയും കൊലകളെ കയറ്റാനുണ്ട്. 2 കൊല നമ്മൾ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഴക്കൊലയെ കയറ്റി പോവാണ്. ഇതിൽ ഇച്ചിരി കൊല കയറും കേട്ടോ വണ്ടിയിൽ. ഇതുപോലെ മണ്ണ് പൊടി കേട്ടോ. ഏകദേശം ഒരു 5 കിലോമീറ്ററോളം. മണ്ണെന്നല്ല, അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. ഇതിലേക്ക് വണ്ടി ഓടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലെ വേണമെങ്കിൽ വണ്ടി ഓടിക്കും. കൂട്ട് വഴിയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 200-250 കിലോളം വാഴക്കൊലയുണ്ട്. അതിന് നമ്മുടെ വണ്ടി വലിയ മുട്ടിയില്ല. കയറ്റമൊക്കെ സിമ്പിളായിട്ട് കയറി പോകുന്നു. ഇതാണ് നമ്മുടെ ആൾട്ടോ എന്ന് പറയുന്നത്. ഈ വണ്ടി കൊടുത്തിട്ട് പുതിയ വണ്ടി എടുക്കാത്തതിൻ്റെ കാരണം ഇത് തന്നെയാണ്. പുതിയ വണ്ടിക്ക് ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ മൊത്തം ഇപ്പോൾ ഹൈറ്റുള്ള അടിയും ചട്ടത്തില്ല. പിന്നെ എത്തിപ്പെടാൻ കുറച്ച് പാടാണെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗ്ഗമാട്ടോ അവിടെ. പിന്നെ നമ്മളീ പോകുന്ന വഴിക്ക് ആനയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് കാണാറുള്ളതാണ്. രാത്രിക്കാണ് മെയിനായിട്ട് ഇറങ്ങുന്നത്, പകലൊന്നും അങ്ങനെ നിൽക്കാറില്ല. പിന്നെ നമ്മൾ നല്ല നാടൻ കൊല ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് നമുക്ക് ഒരു 30-35 രൂപയൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ അതിന് വലിയ ലാഭമൊന്നുമില്ല. പിന്നെ ഒരു ഇഷ്ടം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് വാഴക്കൃഷിയൊക്കെ. ഇതിന്നൊക്കെ ചിലവ് കഴിഞ്ഞു പോകുന്നില്ലാതെ വേറെ കാര്യമൊന്നും വാഴക്കൃഷി കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടാവുന്നു. പിന്നെ നമ്മുടെ നാട്ടിൽ കുരുമുളകും ഏലവും കാപ്പിക്കുരുമൊക്കെ ഉണ്ടാകുന്നതാണ്, കൊക്കോയും. ഇപ്പം ഇതിനൊക്കെ നല്ല വിലയാണ്. അപ്പം വാഴക്കൃഷി എടുത്തിട്ട് ഇതിലേക്കൊക്കെ തിരിയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കാപ്പി, കുരുമുളക് അതുപോലത്തെ കൃഷിയാണ് നമ്മൾ അതിൻ്റെ പുറകെ ഒന്നും നടക്കേണ്ട കാര്യമില്ല.
നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ വർഷവും നമുക്ക് ആദായം ലഭിക്കും. ചെറുതായിട്ടൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് പോയാൽ മതി. പക്ഷേ ഇതാണെങ്കിൽ നമ്മൾ എപ്പോഴും പുറം നടക്കണം. കിട്ടുന്ന ഒരു 500 രൂപ 400 രൂപയ്ക്കാണ് ഒരു കൊലയ്ക്ക് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഏലമാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഏലത്തിൽ നിന്ന് ഒരു ആവറേജ് 2000 രൂപയ്ക്ക് മുകളിൽ കാ കിട്ടും. ചില ഏലത്തിൽ നിന്ന് 10,000 രൂപ വരെ കാ കിട്ടുന്ന ഏലമുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹൈ റേഞ്ച് വാഴക്കൃഷി ചെയ്യാതിരിക്കാൻ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ അഭിപ്രായം. പിന്നെ ഈ സാധനം നമ്മൾ ചോദിച്ചിറക്കണം ഓരോ കടലിൽ ചെന്നിട്ട് വേണോ. അത് കിട്ടുന്നതാണെങ്കിൽ 25-30 രൂപയൊക്കെ, ചിലർ 25 ഉണ്ടാക്കാന്നവരെ പറയുന്നവരുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ഈ വിലയ്ക്കൊക്കെ വില വാങ്ങിയിട്ട് പിന്നെ അവർ ഇരട്ടി വിലയ്ക്ക് വയ്ക്കുകയും ചെയ്യും. അപ്പം കൃഷിക്കാർക്ക് ലാഭമൊന്നുമില്ല, സത്യം പറഞ്ഞാൽ ഇടനിലക്കാർക്കാണ് ലാഭം മുഴുവൻ. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി 1 വർഷം 2 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വിറ്റ് കഴിയുമ്പോൾ കിട്ടുന്നത് വെറും തുച്ഛമായിട്ടുള്ള രൂപയൊക്കെയാണ്. നമുക്ക് കൃഷിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലാഭം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റ് കൃഷിയിലേക്ക് തിരിയുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ റബ്ബറും അതുപോലെ ഏലവും കൊക്കോയ്ക്ക് നല്ല വിലയായിട്ടുണ്ട്. അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്താണെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും. കൃഷി കൊണ്ടൊക്കെ ചിലവ് കഴിഞ്ഞ് പോകുന്നു മാത്രമേ. അപ്പോൾ ഇത് നമ്മുടെ ഏലക്കൃഷിയാണ്. ഇത് 2-3 തരം ഏലം ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. കണിപ്പറപ്പൻ, ഞെള്ളാനി, പിന്നെ തിരുതാളി, പിന്നെ ബൾഗ എന്ന് പറഞ്ഞൊരു ഏലമുണ്ട്. 4 തരമുണ്ട്. അങ്ങനെ അതായത് കണിപ്പറമ്പൻ എന്ന് പറയുന്ന ഒരു ഇനത്തിൽപ്പെട്ട ഏലം കേട്ടോ. കണിപ്പറമ്പൻ പുതിയതായിട്ട് ഉള്ളൊരു ഏലമാണ്. അത്യാവശ്യം നല്ല രീതി കാ പിടിക്കും. പിന്നെ ഉണക്കം അങ്ങനെ ഏക്കത്തില്ല. ലോ റേഞ്ചിലേക്കൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഏലമാണ് കണിപ്പറമ്പനുണ്ട്. പിന്നെ ഞെള്ളാനി, തിരുതാളി, അങ്ങനെ കുറേ ഏലങ്ങൾ നമുക്കുണ്ട്. എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് തിരുതാളി എന്ന് പറഞ്ഞ ഏലമാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സീസൺ ടൈം അല്ലല്ലോ, അതുകൊണ്ടാണ് കായൊന്നുമില്ലാത്തത്. പിന്നെ ഏലത്തിന് തണൽ ആവശ്യമാണ്. അപ്പോൾ തണലായിട്ട് നമ്മൾ കൊക്കോ വെച്ചിട്ടുണ്ട്. പിന്നെ പ്ലാവും ഒക്കെയാണ് തണലായിട്ട് നിർത്തിയിരിക്കുന്നത്. കൊക്കോയ്ക്ക് ഇപ്പോൾ 1000 രൂപ അടുത്ത് വിലയായിട്ടുണ്ട്. ഇത് കാപ്പി കൃഷിയാണ്. കാപ്പിക്ക് ഇപ്പോൾ 200-225 രൂപയൊക്കെ വിലയായിട്ടുണ്ട്. 1 കിലോ ഉണക്കക്കുരുവിൻ്റെ വിലയാണ് 225 രൂപ എന്ന് പറയുന്നത്. നേരത്തെ 70 രൂപ 100 രൂപയ്ക്ക് ഉള്ളായിരുന്നു. വേനൽമഴ പെയ്യുമ്പോഴാണ് കാപ്പി പൂക്കുന്നത്. ഇനി പൂക്കൾ ഇങ്ങനെ പൊഴിഞ്ഞു പോകാനായിട്ട് ഇനി ഒരു മഴ കൂടെ പെയ്യണം. അപ്പോഴത്തേക്കാണ് ഉണങ്ങിയിരിക്കുന്ന പൂക്കൾ പൊഴിഞ്ഞു പോകത്തുള്ളൂ. അപ്പോഴാണ് നല്ലതായിട്ട് കാ പിടിച്ച് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാപ്പി, കുരുമുളക്, ഏലം ഇങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളാരും ചൂഷണം ചെയ്യാനായിട്ട് വരത്തില്ല. കാരണം ഇത് ഈ വർഷം വിലയില്ലാതെ തന്നെ നമുക്ക് 1 വർഷത്തേക്ക് 1-2 വർഷത്തേക്ക് ഉണക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ വില കൊടുക്കാം. ഇതാ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് മുന്തിരിയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുന്തിരിയെ പറ്റി ഞാൻ കുറേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. മുന്തിരി നടുന്നതും അതുപോലെ തന്നെ മുന്തിരി പ്രൂണിങ്ങും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണാവുന്നതാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ കൊക്കോ കൃഷി. ഇത് അണ്ണാനും എലിയൊക്കെ ഭയങ്കര ശല്യമാണ്. ഇത് പഴുത്ത് വരുമ്പോൾ തന്നെ പറിച്ചോണം, അല്ലെങ്കിൽ അണ്ണാൻ നിന്നു പോകും. ഇപ്പോഴത്തെ ഈ വിലയ്ക്ക് ഒരു കൊക്കോ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല നഷ്ടമാണ് വരുന്നത്. അതുകൊണ്ട് ഇതുപോലെ പഴുത്ത് തുടങ്ങുമ്പോൾ തന്നെ പറിച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ പറിച്ചിട്ടിരിക്കുന്ന കൊക്ക കേട്ടോ. ഇത്ര കൊക്ക തന്നെ ഏകദേശം 5000 രൂപയുടെ അടുത്ത് കൊക്ക ഉണ്ട് ഇപ്പോഴത്തെ വിലയ്ക്ക്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ തിരുതാളി എന്ന് പറഞ്ഞ ഏലം. നല്ല വിളവാണത്. നല്ലപോലെ ചിലവൊക്കെ അടിച്ച് ഇതുപോലെയിട്ട് നിൽക്കുവാണ്. ഏറ്റവും കൂടുതലുണ്ടാകുന്ന കണ്ടത്തിലാണ്. കണ്ടത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നല്ലതായിട്ട് ചില ഉണ്ടാകും. ഏത് സീസണിൽ നല്ല കായം പിടിക്കും. സാധാരണ വേനയ്ക്കൊന്നും കാ പിടിക്കാത്തതാണ്, മഴക്കാലത്ത് മാത്രമാണ് ഏലക്ക ഉണ്ടാകാറ്. കാ പിടിക്കും, പക്ഷേ കുറവായിരിക്കും. അപ്പം എനിക്ക് നട്ടിട്ട് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയ ഏലം ഇതാണ്. പിന്നെ ഏലം കൃഷിക്ക് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം മരുന്നടിയാണ്. മരുന്നടി 15 ദിവസം കൂടുമ്പോൾ മരുന്നടിക്കണം. മരുന്നടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ചീമ്പും ചിലവെല്ലാം പുഴുകുത്തി അങ്ങനെ കാ പിടിക്കാതെ വരും. പക്ഷേ എന്നാൽ പോലും നമുക്കിത് ലാഭമാണ്. പിന്നെ അത്യാവശ്യമായിട്ട് വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ സാധനം പോക്കാം, വേനയ്ക്കൊക്കെ കരിഞ്ഞു പോകും. അപ്പോൾ തന്നെ ഒരുപാട് തോട്ടങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ എത്രയൊക്കെ വെള്ളം അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ചൂടിൽ വലിയ പാടാണ് പിടിച്ച് നിൽക്കാനായിട്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ ചിരത്തി ഉണ്ടായിരിക്കുന്ന ഭാഗമായിട്ടോ. അപ്പോൾ നമ്മുടെ ഹൈ റേഞ്ചിൽ വാഴക്കൃഷിക്കലൊക്കെ എന്തുകൊണ്ടും നല്ലത് ഏലവും കാപ്പിയും കുരുമുളകും ഒക്കെ തന്നെ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെയാണ് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിയാണ്. അതുപോലെ തന്നെ നല്ല ലാഭമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ കൃഷി കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.